സെബാസ്റ്റ്യൻ പോള്. സെബാസ്റ്റ്യൻ പോൾ എന്ന് പറയുമ്പോൾ അറിയാലോ, മതമേതാണെന്ന് അറിയാലോ, ക്രിസ്ത്യാനിയാണ്. പക്ഷെ അദ്ദേഹം വലിയൊരു കാലഘട്ടത്തിൽ, ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന കാലഘട്ടം മുതൽക്ക്, കേൾക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽക്ക്, അങ്ങനെ ഒരിക്കൽ പോലും ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനിയായിട്ട് കൊന്തയും കഴുത്തിലിട്ട് നടന്ന് പള്ളി തന്നെ ശരണമെന്ന് നടക്കുന്നൊരു ആളായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. ആ രീതിയിലുള്ള സംസാരവും അദ്ദേഹത്തിന് കേട്ടിരുന്നില്ല. അദ്ദേഹം വളരെ മിതമായിട്ട് ശബ്ദം കുറച്ച് സംസാരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ ഉണർവുണ്ടായിരുന്നു. അതിനകത്തൊരു നവോത്ഥാന ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വിവരം കെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു കൊന്തയിട്ട ക്രിസ്ത്യാനിയായിട്ട് നടക്കുകയാണെന്നർത്ഥം. എപ്പോഴും മതം, പള്ളി, അച്ഛൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ അവരെ ഇപ്പോഴുള്ള RSൻ്റെ സ്ട്രെങ്ത്തിൻ്റെ 10 ഇരട്ടി സ്ട്രെങ്ത് വന്നാലും പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാനിത് ഇത്രയും ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ RSകാരുടെ അപ്പൻ വിചാരിച്ചാൽ നടക്കില്ല. നല്ല ഭാഷയിലാണ് പറയണേ കേട്ടോ, തന്താന്നല്ല അപ്പൻ. കാരണം എന്താണെന്നറിയോ? ഇത് ഹിന്ദു രാഷ്ട്രമാണിടൂ. സെബാസ്റ്റ്യൻ പോൾ അവർകളെ, ഇത് ഹിന്ദു രാഷ്ട്രമാണ്. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. അയ്യോ RSകാർ ഇത് ഹിന്ദു രാഷ്ട്രമാക്കാൻ പോണു, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ജനിച്ച സമയത്ത് ഹിന്ദു രാഷ്ട്ര. നിങ്ങളുടെ ഫാദർ, നിങ്ങളുടെ അപ്പനല്ലേ വിളിക്കുക, അപ്പൻ ജനിച്ച സമയത്തും ഹിന്ദു രാഷ്ട്ര. അപ്പൻ്റെ അപ്പനുള്ളപ്പോഴും ഹിന്ദു രാഷ്ട്രമാണ്. ഇവിടെ ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ വരുമ്പോഴും ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അവർ കുറേ ശ്രമിച്ചു ഹിന്ദു രാഷ്ട്രം അല്ലാണ്ടാക്കി മാറ്റാൻ. ബ്രിട്ടീഷുകാരിവിടെ ഭരിക്കുമ്പോഴും ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ഇപ്പോഴും ഹിന്ദു രാഷ്ട്രമാണ്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടായി? അതുകൊണ്ട് വന്നു കയറിയ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെയുള്ള ആൾക്കാരെന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോഴും അവർ കുഴപ്പമുണ്ടാക്കുന്നില്ല. അവർ വളരെ സംയമനത്തോട് പോകുന്നു. പക്ഷേ നിങ്ങൾ ആരെയോ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. എന്താ പേടിപ്പിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇത് ഹിന്ദു രാഷ്ട്രമാക്കാൻ പോവുകയാണെന്ന്. അതിനൊറ്റ മറുപടിയുള്ളൂ, ഇതേ മറുപടിയുള്ളൂ. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. കാരണം എന്താണ്? ഇത് ഹിന്ദു രാഷ്ട്രമാണ്, അതിൻ്റെ കാര്യം. അത് തന്നെയാണ് കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ശബരിമലയിലൊക്കെ അവിടെ കയറി ചെല്ലുന്ന, ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണ് കയറി ചെല്ലുന്നത്. ആ 18 പടികൾ, ഓരോ പടികളിലൂടെയും നമ്മൾ ഉയർന്നു കയറുകയാണ്. അതിൻ്റെ ശാസ്ത്രങ്ങളുണ്ട്. ഉയർന്നു കയറുന്നൊരു ഹയ്യസ്റ്റ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാപിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അയ്യപ്പൻ ചോദിക്കുക, എന്തിനാ വന്നേ? ദൈവത്തെ കാണാൻ വന്നു. തത് ത്വം അസി, അത് നീ തന്നെ എന്നറിയുക. നമ്മളതായിട്ട് മാറുകയാണ് വേണ്ടത്. ഇനി മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അത് നീ തന്നെയാണ്. നീ തന്നെയാണ് അയ്യപ്പൻ, നീ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ. പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി. നാല് മഹാവാക്യങ്ങളാണ്. എല്ലാത്തിൻ്റെ അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. അല്പം വ്യത്യാസങ്ങളുണ്ട് ശാസ്ത്രപ്രകാരം, പക്ഷേ എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ ഇത് ഹിന്ദുരാഷ്ട്രമാണ്. ഇന്നലെ ഹിന്ദുരാഷ്ട്രമായിരുന്നു, നാളെയും ഇത് ഹിന്ദുരാഷ്ട്രമായിട്ട് മാറും. നാളെയും ഇത് ഹിന്ദുരാഷ്ട്രമായിട്ട് നിലനിൽക്കും. അതിനെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആരെയാ ബോധിപ്പിക്കുന്നത്? ആരെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നു. അത് വാസ്തവത്തിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നുണ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമല്ലാതെ, നിങ്ങളൊരു അറിവുള്ള ഒരാളാണ്. അല്ലാതെ ഒരു അലവരാതി കേസല്ല നിങ്ങൾ. സെബാസ്റ്റ്യൻ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. പക്ഷേ ഇപ്പോൾ ആ അറിവിനെ നിങ്ങളായിട്ട് വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, എന്താ നിങ്ങൾ കുറേ ദിവസമായിട്ട് കണ്ടില്ലല്ലോ, ഒരു ഓഫീസിലായിരിക്കാം, അല്ല സാർ എനിക്ക് ഇത് പനിയും തലവേദനയായിരുന്നു. നമ്മൾ നുണ പറയുകയാണ് കേട്ടോ. പിന്നത്തെ നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി. അപ്പോൾ പെണ്ണിനോട് പറഞ്ഞു, അതേ ഞാൻ ഗൾഫിൽ ഇപ്പം എനിക്ക് ലീവ് കിട്ടില്ല, ലീവ് കഴിഞ്ഞു, ഞാൻ പോവുകയാണ്, നീ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു 5-6 മാസം കഴിയുമ്പോൾ തന്ത മരിച്ചു, എൻ്റെ തന്ത മരിച്ചു, ഒരു ടെലഗ്രാം അയച്ചാൽ മതി. അങ്ങനെ അന്ന് ടെലഗ്രാമും കാര്യങ്ങളൊക്കെ ആണല്ലോ, അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്തിനു പറയണു, ഓഫീസിലേക്ക് ഈ ടെലഗ്രാം ചെല്ലുകയാണ്. അവിടെ ഓഫീസ് അധികാരിക്ക് ടെലഗ്രാം ചെല്ലുകയാണ് അവിടെ.
ഇങ്ങനെ അവിടെയുള്ള ഇന്നാളുടെ വാപ്പ മരിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോണ്ട് അതിൻ്റെ മുതലാളി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നമ്മളുടെ ഇന്നാളുടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, അയാളോട് ഇപ്പോൾ എങ്ങനെയാണ് പറയുക, പറയാതിരുന്നാൽ എങ്ങനെയാണ്, ഏതായാലും ഒരു കാര്യം ചെയ്യും, ടിക്കറ്റൊക്കെ റിസർവ് ചെയ്യുക, ആ നാട്ടിലേക്ക് പോട്ടെ, അതിനുള്ള പൈസയ്ക്ക് അവിടെ ഒരു കൂട്ടി വയ്ക്ക്, എന്നിട്ട് പതുക്കെ നമുക്ക് പറയാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എന്തിനു പറയണു, നീ പറ, ആ സ്ത്രീയോട് പറഞ്ഞു. അവൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം. വന്നാൽ പിന്നെ തൊഴിലാളിയാണ്, വന്ന് വിളിച്ചു, എന്താ വിശേഷം, ഇവിടുത്തെ ജോലിക്കും ആർക്കും നന്നായിരിക്കണം, സുഖമായിരിക്കണം. അങ്ങനെ നാട്ടിൽ ആരൊക്കെയുണ്ട്, നാട്ടിൽ കാര്യങ്ങൾ ആരാ നോക്കുന്നത്, വാപ്പയൊക്കെയോ, വാപ്പ കാബി മർഗയ, നിങ്ങളുടെ വാപ്പ അവിടെ അച്ഛൻ, വാട്ട് അബൌട്ട് യുവർ ഫാദർ എന്ന് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഫാദർ, വാട്ട് അബൌട്ട് യുവർ ഫാദർ എന്ന് ചോദിച്ചപ്പോൾ കബി മറക്കയാന്ന്. ഹിന്ദിക്കാരാണ് അവിടെയുള്ള മുതലാളിമാരെ. അയാളൊക്കെ എപ്പോഴേ ചത്തുപോയെന്ന്. എങ്ങനെയുണ്ട്, അവിടെ ടെലഗ്രാം വന്ന് കിടക്കുകയാണ്, അച്ഛൻ മരിച്ചു ഉടനെ എത്താൻ പറഞ്ഞിട്ട്. അപ്പം അത് നുണ പറയുമ്പോൾ നമ്മൾ സ്ട്രെയിനാണത്, അത് മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കണം. നേരെ പഠിച്ച് 10x10 100 എന്ന് പറഞ്ഞാൽ നുണയല്ല, സത്യമാണ്. ബാക്കിയെല്ലാം നുണയാണ്. 100ൻ്റെ പുറകിലുള്ള സംഖ്യയും മുമ്പിലുള്ള സംഖ്യയ്ക്ക് നുണയെ ആരുടെയാണ് പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം പോരുമ്പോൾ ഞാൻ അന്ന് എന്ത് നുണയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ കയറി ഇടിക്കുകയാണ് ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ പോളെ, നിങ്ങളിപ്പോൾ പറയുന്നത് നുണയാണ്. നിങ്ങൾക്കറിയാം ഇത് ഹിന്ദുരാഷ്ട്രമാണെന്ന്, പക്ഷെ ആരെയോ പ്രീതിപ്പെടുത്താനും ആരെയോ പീഡിപ്പിക്കാനുമായിട്ട് നിങ്ങൾ പറഞ്ഞു ഹിന്ദുരാഷ്ട്രം വരും, ഹിന്ദുരാഷ്ട്രം വരും എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ചരിത്രാതീത കാലഘട്ടം മുതൽ ചരിത്രാധീന കാലഘട്ടത്തിലും ഇനി ചരിത്രങ്ങൾക്ക് അപ്പുറം സഞ്ചരിക്കാൻ പോവല്ലേ നമ്മൾ, അന്നും ഇത് ഹിന്ദുരാഷ്ട്രം തന്നെയാണ്. മുഗളന്മാരിവിടെ കയറി ആക്രമിച്ചു. എന്തിനു വേണ്ട, പൈസയ്ക്ക് വേണ്ടിയിട്ട്. അവരിവിടെ വന്നു കയറി ആദ്യ രാജാക്കന്മാരോട് കട്ടുകൊണ്ടുപോകാനാണ് ഇവിടുത്തെ സ്വർണവും കാര്യങ്ങളും കട്ടുകൊണ്ടുപോകാൻ എത്ര ആൾക്കാരെ കൊന്നു ഇവിടെ. ലോഡി ആണെങ്കിലും പിന്നെ ഗസിനി ആണെങ്കിലും ഒക്കെ എരപ്പകളായിരുന്നു അവിടുത്തെ. ഇവിടെ വന്ന് എന്തിനു പറയണു, ആയുധം കൊണ്ട് അവർ കീഴടക്കി. അവർ മുഗൾ രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കി വെച്ചു. അന്നും ക്രിസ്ത്യാനികൾക്കൂടെ അഭയം കൊടുത്തിട്ടുണ്ട്. ആരാ? ഹിന്ദുക്കളാണ് അഭയം കൊടുത്തിട്ടുള്ളത് അന്ന്. ഈ അറ്റാക്കുകൾ കാരണം കൊണ്ട് ഇന്ത്യക്ക് കുറേ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 14 വർഷമായിട്ട് 12 വർഷമായിട്ട് 12 5 10 12 13 വർഷമായിട്ട് BJP വന്നതിന് ശേഷം ആ ക്ഷീണം കൂടുന്നില്ല, കുറയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം ഇത്തിരി വേദനയുണ്ട് എന്നർത്ഥം. കാരണം വേലികൾ കിട്ടുന്നു, സർവതന്ത്ര സ്വാതന്ത്ര്യം, എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളതിന് പറ്റാതെ വേലികൾ കെട്ടുന്നു. അതിനാണിപ്പോൾ വിഷമം. അപ്പോൾ പിന്നെ ആ വേലി കെട്ടുന്ന ആ രാഷ്ട്രീയ സംഘടനയെ, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മറ്റെന്തായാലും പറയുക സംഘപരിവാറിനെ എങ്ങനെ കരിവാരിത്തേക്കണം. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിൻ്റെ ആളുകൾ നിങ്ങളുടെ പിതാവ് ആരാണ് എന്ന് വെച്ചാൽ അവർ മഹാത്മാജിയുടെ പേരല്ല പറയുക, VD സവർക്കറുടെ പേരാണ് പറയുക. ആ VD സവർക്കറിനെ നിങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിം പിള്ളേരും ക്രിസ്ത്യാനികളും ചുരുങ്ങിയതൊരു 1.5 കോടി പ്രാവശ്യങ്ങളും ചെരുപ്പ് നക്കി എന്ന് വിളിച്ചിട്ടില്ലേ നിങ്ങളൊക്കെ? ആലോചിച്ച് നോക്ക്, നിങ്ങളെയും വിളിച്ചിട്ടില്ലേ? നിങ്ങളുടെ സെബാസ്റ്റ്യൻ പോളെ, നിങ്ങളുടെ ഒരു 5 അടിയാധാരം എടുത്ത് പരിശോധിച്ചാൽ ആ സ്ഥലം ആരുടെയാണ്? ബ്രഹ്മസത്തിൻ്റെയോ ദേവസത്തിൻ്റെയോ? നിങ്ങൾക്കിവിടെ സ്ഥലമുണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് ദാനമായിട്ട് കിട്ടിയതല്ലേ, അല്ലെങ്കിൽ പറ്റിച്ചുണ്ടാക്കിയതല്ലേ? അതിൻ്റെയൊക്കെ ചരിത്രം ഇന്നലെ എന്നോണം വരെ ആ ചരിത്രം നീണ്ടു കിടക്കുകയാണ്. അല്ലാതെ 1500 വർഷത്തെ ചരിത്രമല്ല അത്. ഇന്നലെ എന്നാണ് അവരെ കാര്യസ്ഥന്മാരായിട്ട് നിന്ന് ഇവിടുന്ന് അമ്പൂരിമാരുടെയും നായന്മാരെയും സ്വത്ത് അപഹരിച്ചെടുത്ത കാര്യങ്ങൾ. അന്നും അതിനാരും എതിർ പറഞ്ഞിട്ടൊന്നുമില്ല എന്നർത്ഥം. ഏതായാലും ഹിന്ദുരാഷ്ട്രം തന്നെയായിട്ട് തുടരുന്ന ഉറപ്പായി. പല രൂപത്തിലും ഒരുത്തി വന്നിരുന്നല്ലോ, അവിടെ കൽക്കട്ടയിൽ വന്നിരുന്നല്ലോ, ഇവാഞ്ചലിസം 2000 വന്നിട്ട്. എന്നിട്ട് എന്തായി? അവളാണ് ചത്തു പോകുന്ന സമയത്ത് കോടികൾ കൊണ്ടുപോയി അവിടെ സ്വിസ് ബാങ്കിൽ കൊണ്ടിട്ടു. ഇവിടെ എന്തായി? ഹിന്ദു രാഷ്ട്രത്തിൽ അന്ന് 84% ഉള്ളതെന്ന് വെച്ചപ്പോൾ അത് 86 അത്രയും ഇവിടെ സംഭവിച്ചുള്ളൂ എന്നർത്ഥം. വേറെ സെമിറ്റിക് മതങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടും ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ മുൻപ് പറഞ്ഞത് ഗീതയിൽ എല്ലായിടത്തും പറയണ പോലെ ഏകനീടമാണ് ഈ ലോകം, ഒരൊറ്റ കുരുവിക്കൂടാണ് ഈ ലോകം. ലോകാഹ സമസ്താഹ സുഖിനഹ ഭവന്തു, അതിനെ പറയേണ്ടത് കേട്ടോ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
ഭവന്തുഹു എന്നൊന്നും പറയരുത്. ആ തത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന അദ്വേഷ്ട സർവഭൂതാനാം മൈത്രക്കരുണ യവജ നിർമ്മമോ നിരഹങ്കാരക സമദുഃഖ സുഖകക്ഷമി എന്ന് പറയുന്ന ആ തത്വത്തിൽ അധിഷ്ഠിതമായതും അതേ രൂപത്തിൽ ജീവിക്കുന്നതുമായിട്ടുള്ള ഹിന്ദു രാഷ്ട്രമായതുകൊണ്ടാണ് ഇവിടെ മറ്റുള്ള സെമിറ്റിക് മതങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്. ഇന്നും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് ചില മര്യാദകളുണ്ടായിരിക്കുമല്ലോ. രാഷ്ട്രത്തെ ദ്രോഹിക്കുന്ന ഒരു വീട്ടിനകത്ത് 5 മക്കളുണ്ട്, ഒരു അമ്മയ്ക്കും അച്ഛനും. 5 മക്കൾക്കും വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഓണം വരുന്ന സമയത്ത് ഇങ്ങനെ ആഘോഷിക്കണം, വിഷു വരുമ്പോൾ ഇങ്ങനെ ആഘോഷിക്കണം, റംസാൻ ഇങ്ങനെ ആഘോഷിക്കണം, വീട്ടിൽ ഇന്ന പെയിൻ്റ് അടിക്കണം, നമുക്ക് ഒരു പട്ടിയെ വളർത്താം, അപ്പം വേണ്ട എന്ന് വേറൊരാൾ എന്നിത്യാദി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതിങ്ങനെ സമരസപ്പെട്ട് അതിനൊരു സമന്വയം കണ്ടെത്തി അത് തീരും. പക്ഷെ ഒരാൾ പറയാം ഇതല്ല എൻ്റെ അച്ഛനും അമ്മയും, ഇതല്ല എൻ്റെ അച്ഛനും അമ്മയെന്ന്. പിന്നെ ആ വീട്ടിലാൾക്ക് എന്താ അസ്തിത്വം? അതല്ലേയുള്ള അടിസ്ഥാനം. അതുപോലെ തന്നെ ഈ ഹിന്ദുസ്ഥാന ഭൂമിയിൽ, ഈ ഭാരതഭൂമിയിൽ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു 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 ലയമുണ്ട് ഇവിടെ. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളയിലെ നമ്മളുടെ പ്രൊഫസർ പറഞ്ഞ പോലെ, ഡോക്ടർ ഇന്നലെ ഞങ്ങളുടെ പേര് ഓർക്കുന്നത്, അയാൾ പറഞ്ഞ പോലെ പിന്നെ നല്ലത് ഇവിടുന്ന് പോകുക തന്നെയാണ് നല്ലത്. ഈ ഹിന്ദു രാഷ്ട്രത്തെ ഹിന്ദു രാഷ്ട്രമല്ലാതാക്കി മാറ്റി ഇനി ഒട്ടും കഴിയില്ല എന്നുള്ള കാര്യം കുറേ ശ്രമിച്ചതാണല്ലോ. നിങ്ങളുടെയൊക്കെ ഒരു പുണ്യാളുണ്ടായിരുന്നല്ലോ, ഗോവയിൽ വന്നൊരു പുണ്യാളുണ്ടായിരുന്നല്ലോ. ഹിന്ദുക്കളെ നെടുക മുറിച്ചില്ലേ? എത്ര ഹിന്ദുക്കളെ അവിടെ നെടുക മുറിച്ച്. ഇന്നും ആ ചരിത്രം ഗൂഗിൾ അമ്മയോ അല്ലെങ്കിൽ ഏതോ മറ്റേ ജമിനി അമ്മച്ചിയോ തൊപ്പി നോക്കി നമുക്ക് അറിയാൻ പറ്റും. എത്രയും ആൾക്കാരെ കൊന്നൊടുക്കി. നരനായാട്ടല്ലേ അവിടെ നടത്തിയത്. ഇന്നിപ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം എന്ന് പറഞ്ഞ് കുറേ സാധനം വരുന്നുണ്ട്. എന്താണ്? ചെരുപ്പ് നക്കി. അത് വലിയ കുറ്റമല്ല, കൊലപാതകത്തോളം വരുന്ന കുറ്റമാണോ? ആ VD സവർക്കർ അവിടെ കിടന്ന് മറ്റൊരു സത്യം കൂടിയുണ്ട്. ആ ലെറ്ററുകൾ അയച്ചത്, ബ്രിട്ടീഷുകാർക്ക് ആ ലെറ്റർ അയച്ചത് ഒരാൾക്കാരോട് തെണ്ടിക്കും അറിയില്ലായിരുന്നുള്ളതാണ് സത്യം. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ കത്തുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണത് പ്രസിദ്ധീകരിച്ചത്. അവിടെ കിടന്ന് വാശിക്ക് നാശമാണ് സംഭവിക്കുക. അവിടെ കിടന്ന് നശിച്ച് അന്നത്തെ ബ്രിട്ടീഷുകാർ പോലും ഇദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ട്, സത്യസന്ധത കണ്ട് അവിടുത്തെ ജയിലിലെ അധികാരികൾ പറയും, നിങ്ങളൊരു മാപ്പ് എഴുതി കൊടുക്കുക. ഒരു ബ്രാഹ്മണൻ കൂടിയാണ്, നിങ്ങളൊരു മാപ്പ് എഴുതി കൊടുക്ക്, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അവസാനം മാപ്പ് എഴുതി. ഈ മാപ്പ് നാട്ടുകാരെ അറിഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹം തന്നെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നിട്ട് വീണ്ടും അദ്ദേഹം വലിയൊരു കാര്യമുണ്ട്. ഇവിടെയുള്ള ദളിതന്മാരെ പിടിച്ചിട്ടാണ് അദ്ദേഹം ഗോവയുടെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെയാണ് പിന്നെ അങ്ങനെ വീട്ടുതടങ്കലിലുണ്ടായിരുന്നത്. അവിടെ വെച്ചൊരു ദളിതനെ പിടിച്ചിട്ടാണ് ഒരു അമ്പലത്തിലെ തന്ത്രിയാക്കി മാറ്റിയത്, പൂജാരിയാക്കി മാറ്റിയത്. അന്നും അദ്ദേഹം അടങ്ങിയില്ല എന്നർത്ഥം. മരണം വരെ അദ്ദേഹം അടങ്ങിയില്ല. ആ മനുഷ്യനെ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ട് ചെരുപ്പ് നക്കി, ആരാണ് ചെരുപ്പ് നക്കി? വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർ ചെരുപ്പ് നക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ നരേന്ദ്രമോദിയുടെ ചെരുപ്പ് നക്കുന്നില്ലേ? അമിത്ഷായുടെ ചെരുപ്പ് നക്കുന്നില്ലേ? മോഹൻ ഭാഗവതിൻ്റെ ചെരുപ്പ് നക്കുന്നില്ലേ? ക്രിസ്ത്യാനികൾ അടുത്ത ഗ്രൂപ്പ് വരാനിരിക്കുന്നുള്ളൂ, ചെരുപ്പ് നക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നുള്ളൂ. പറ്റില്ല, അല്ലാണ്ട് പറ്റില്ല. ഹിന്ദുസ്ഥാനത്തിൽ ഹിന്ദുവായിട്ട് തന്നെ ജീവിക്കണം. ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമൊന്നുമല്ല, ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന ആളുകൾ. ഇവിടെ തമിഴ്നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾ പോലും വീണ്ടും മുമ്പിൽ കോലം വരയ്ക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ്? അൾട്ടിമേറ്റ്ലി അവർ ഹിന്ദുക്കളാണ്. ഹിന്ദു മുസ്ലിംസ്, ഹിന്ദു ക്രിസ്ത്യാനികൾ, അങ്ങനെയായിട്ട് മുന്നോട്ട് പോയൊരു പ്രശ്നം ഉണ്ടാവില്ല സെബാസ്റ്റ്യൻ പോൾ സാറേ. ഏതായാലും അരിയും തിന്ന് ആശാരിയും കടിച്ച് എന്ന് പറയില്ലേ, അതും കഴിഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ മുറുമുറുപ്പ് കൊണ്ട് നടക്കുന്നത്? ഏത് വിശ്വാസം കൊണ്ട് നടക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഭാരതത്തിൻ്റെ യഥാർത്ഥ പൈതൃകം അംഗീകരിച്ച് അവരോട് സഹകരിച്ച് അവനവൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിച്ചാൽ സെബാസ്റ്റ്യൻ പോൾ അവർകളെ, അങ്ങേക്ക് മാത്രമല്ല, അങ്ങേക്ക് ഇത്തിരി പ്രായമൊക്കെയായി, ഞങ്ങൾക്ക് മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്, അവർക്കും മക്കളുണ്ടാകുമല്ലോ. അവർക്കൊക്കെ ഈ ഭാരതഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കാം. ഇത് ഹിന്ദുവിൻ്റെ ഭൂമിയൊന്നുമല്ല, ഇത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ട ഭൂമിയൊന്നുമല്ല. ഇവിടെ പല കുട്ടികളും വിളിച്ചു പറയും, ഇത് നിങ്ങളുടെ തന്തയുടെ ഭൂമിയല്ലെന്ന്. അല്ലടോ, ഇവിടെ ജീവിക്കുന്നവരുടെ ഭൂമിയാണ്. ഹിന്ദുസ്ഥാനത്തിൽ ജീവിക്കുന്നവരെ ഹിന്ദുക്കളെന്ന് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സൗദി അറേബ്യയിൽ ജീവിക്കുന്നവർ നമ്മളെന്താ സൗദികളെന്ന് വിളിക്കുന്നു. സൗദി മുസ്ലിംസ്,
ഖത്തർ മുസ്ലിംസ്, അവരെ ഖത്തരികൾ എന്ന് പറയുന്നു. സൗദി മുസ്ലിങ്ങളെ സൗദികൾ എന്ന് പറയുന്നു. മറ്റേ UAE-യിലാണെങ്കിൽ ദുബായിലാണ് എമിറാത്തികൾ എന്നാണ് പറയുക. എമിറാത്തികൾ അവരും മുസ്ലിംസാണ്, പക്ഷേ അവരെ എമിറാത്തികൾ എന്നാണ് പറയുക. വി ആർ എമിറേറ്റ്സ്, വി ആർ എമിറാത്തികൾ, വി ആർ സൗദികൾ, അതുപോലെ വി ആർ ഹിന്ദുസ്. മതം മുസ്ലിം മതം, ഇസ്ലാം മതം. ഞങ്ങൾ ഹിന്ദുക്കളാണ്. എന്താ നിങ്ങളുടെ മതം? ഞങ്ങൾക്ക് ക്രൈസ്തവരാണ്. ഞങ്ങൾ ഹിന്ദുക്കളാണ്. എന്താ നിങ്ങളുടെ മതം സനാതന ധർമ്മമാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഇവിടെ ഹിന്ദുക്കളാണ്. ആ ഒരു കോൺസെപ്റ്റ് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങൾക്ക് കൊള്ളാമെന്ന് സാരം. അതല്ലെങ്കിൽ ഈ കടിമുടി എന്ന് നിലനിൽക്കും. നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറും ഈ കടിമുടി എന്നർത്ഥം. ഇപ്പോൾ ഈ അർമേനിയ എന്ന സ്ഥലമുണ്ട്, സിറിയയുണ്ട്, പേർഷ്യയുണ്ട്, എന്തിനാ തൊട്ടടുത്ത് നിൽക്കുന്ന പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്. അവിടേക്കുള്ള രാഷ്ട്രങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ നമ്മളെ സിലോണിൽ അവിടേക്കുള്ള ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ ഓർമ്മിക്കണം. നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക്, പിന്നെ എവിടെയാണ് വേറെ സ്ഥലമുണ്ട് മറന്നുപോയി, അവിടേക്കുള്ള അതും ആഫ്രിക്കയിൽ തന്നെ കെനിയ, അവിടേക്കുള്ള ക്രിസ്ത്യാനികൾക്ക് ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ നിങ്ങൾ അറിയുന്നില്ലേ? അത് വെച്ച് നോക്കുന്ന സമയത്ത് സ്വർഗമല്ലേ നമ്മുടെ ഭാരതഭൂമി? സ്വർഗമല്ലേ നമ്മുടെ ഭാരതഭൂമി? ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് തുടരുന്നിടത്തോളം കാലം മാത്രമേ ഇവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സുഖമനുഭവിക്കാൻ കഴിയൂ എന്ന് സാരം. എല്ലാം നല്ലതിനായിട്ട് വരട്ടെ. ഭാരത് മാതാ കി ജയ്. ജയ് ശ്രീറാം. നമസ്കാരം.